തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ നടക്കുന്ന KSU ദക്ഷിണ മേഖല ക്യാമ്പിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടൽ. ഒരു KSU പ്രവർത്തകന് പരിക്കേറ്റു. മദ്യത്തെ ചൊല്ലിയുള്ള വാക്കുതർക്കമാണ് സംഘർഷത്തിലേക്ക് വഴിമാറിയതെന്നാണ് സൂചന. പരാതി ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. ചെറിയ വാക്കുതർക്കം മാത്രമാണ് നടന്നത് എന്നാണ് KSU നേതൃത്വത്തിന്റെ വിശദീകരണം. സലീം മാലിക് ഉണ്ട് വിവരങ്ങളുമായി. സലീം, KSU പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടാൻ ഇടയായ യഥാർത്ഥ കാരണം എന്താണ്? ഗോപി, ആദ്യം ഈ KSU നേതാക്കളോട് നമ്മൾ ഈ വിഷയം അറിഞ്ഞ ഉടൻ വിളിച്ചപ്പോൾ ഈ KSU നേതാക്കൾ പറഞ്ഞത് അത്തരത്തിലൊരു സംഘർഷമേ ഉണ്ടായിട്ടില്ല എന്നാണ്. പിന്നീട് അതൊരു ചെറിയ വാക്കുതർക്കം ഉണ്ടായി എന്ന് മാറ്റി പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരികയും ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നിലത്ത് ചോരത്തുള്ളികൾ ഉൾപ്പെടെ തെറിച്ചു കിടക്കുന്നത് കാണാം. അങ്ങനെ അതൊരു വലിയ സംഘർഷമായിരുന്നു ഇന്നലെ നടന്ന നെയ്യാർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന പഠന ക്യാമ്പിൽ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു DJ പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. ഈ DJ പാർട്ടിക്കിടെ ഉണ്ടായ സംഘർഷമാണ് ഈ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അത് ഈ ക്യാമ്പിൽ DCC ചുമതലപ്പെടുത്തിയിരുന്ന KPCCയിൽ നിന്നുള്ള ചില നേതാക്കൾ ഉണ്ടായിരുന്നു. ഈ നേതാക്കൾ ക്യാമ്പിനകത്തേക്ക് മദ്യം ചില പ്രവർത്തകർക്കായി എത്തിച്ചു നൽകി എന്നുള്ളതാണ് ആരോപണം. അതിനിടയിൽ അതിനെ ചൊല്ലിയുണ്ടായ സംഘർഷം, ഈ ഒപ്പം അതിന് പിന്നാലെ ഈ DJ പാർട്ടിയും അതിനിടയിൽ ഡാൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉണ്ടായ സംഘർഷം അതൊരു വലിയ കൂട്ടത്തല്ലിലേക്ക് വഴിമാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൗതുകകരമായ കാര്യം വ്യക്തിവികാസത്തിനും ഒപ്പം തന്നെ KSU പ്രവർത്തകരുടെയൊക്കെ മറ്റ് നവീകരണത്തിനുമായി സംഘടിപ്പിച്ച ഒരു പഠന ക്യാമ്പാണ്. ആ പഠന ക്യാമ്പിലാണ് ഈ നിലയിൽ ഒരു സംഘർഷമുണ്ടായത്, വലിയ നിലയിലൊരു തർക്കമുണ്ടായത്. ഒരു പ്രവർത്തകന്റെ തലപൊട്ടിച്ചോര ഒലിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായത് തലസ്ഥാന നഗരത്തിൽ പാർട്ടിയും അതുപോലെ തന്നെ ഒരു റിക്രിയേഷനും ഒക്കെ ഈ പഠന ക്യാമ്പിന്റെ ഭാഗമായി അജണ്ടയിലുണ്ടായിരുന്നോ, ഷെഡ്യൂൾ ചെയ്തിരുന്നോ, അതോ ഇത് തട്ടിക്കൂട്ടി ഇവർ സംഘടിപ്പിച്ചതാണോ? ഇത് വിവിധ സെഷനുകൾ ഏർപ്പെടുത്തിയിരുന്നു. DJ ക്യാമ്പ് ഉൾപ്പെടെയുള്ള വിവിധ സെഷനുകൾ ആദ്യഘട്ടം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നേരത്തെ മുൻ നിശ്ചയിച്ചതായിരുന്നു. പക്ഷേ അവിടേക്ക് ഈ മദ്യം അനാവശ്യമായി എത്തിച്ചു എന്നതിനെ ചൊല്ലിയുള്ള ഒരു തർക്കമായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ക്യാമ്പാണ്. പ്രതിപക്ഷ നേതാവ് വന്നുപോയ ക്യാമ്പാണ്. UDF കൺവീനർ MM ഹസൻ വന്നുപോയ ക്യാമ്പാണ്. KPCC അധ്യക്ഷൻ എത്തുമെന്ന് അറിയിച്ചിരുന്ന ക്യാമ്പാണ്. അങ്ങനെ KSU ഒരു വലിയ പദ്ധതിയായി വലിയ പരിപാടിയായി ഏർപ്പെടുത്തിയിരുന്ന ക്യാമ്പാണ്. എല്ലാ മേഖലകളിലും ഈ ക്യാമ്പ് സംഘടിപ്പിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ക്യാമ്പ് തെക്കൻ ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട 500 പ്രതിനിധികളെ വെച്ച് തുടങ്ങിയ ക്യാമ്പാണ്. ആ ക്യാമ്പാണ് ഈ നിലയിൽ അലങ്കോലപ്പെട്ടത്. മാത്രമല്ല കഴിഞ്ഞ തവണ KSU ഈ ക്യാമ്പസ് ജോഡോ എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും അതിന് പിന്നാലെ തന്നെ കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ ഏറ്റവും മികച്ച നേട്ടം ക്യാമ്പസിൽ നിന്ന് കൈവരിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ വീണ്ടും കൂടുതൽ സജീവമാകാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. പക്ഷേ ആ ക്യാമ്പ് ഇങ്ങനെ ആയതോടുകൂടി അത് KPCCക്ക് കൂടി നാണക്കേടായിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ അടിയന്തരമായി തന്നെ ഈ റിപ്പോർട്ട് തേടാൻ സമർപ്പിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് തേടാനായി 3 അംഗ സമിതിയെ KPCC നിയോഗിച്ചിട്ടുണ്ട്. ശരി സലീം, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, KSU നേതൃത്വം പറയുന്നത് പോലെ ഒരു നിസ്സാരമായ വാക്കുതർക്കമല്ല, ചേരിതിരിഞ്ഞുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ് അവിടെ നടന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ KPCCക്കും ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? കാരണം DCCയുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു, അവരാണ് ഇവിടേക്ക് മദ്യം എത്തിച്ചത് എന്ന് നേരത്തെ സലീമിൻ. അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിൽ ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മുതിർന്ന നേതാക്കൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗോപി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇതിന്റെ പ്രധാന ഉത്തരവാദികൾ കൂടി ഈ KPCC നിയോഗിച്ചവരാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത് വലിയ നാണക്കേട് KPCCയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ വിദ്യാർത്ഥികൾ നടത്തുന്ന ഒരു ക്യാമ്പിൽ അതിൻ്റെ ചുമതലക്കാരായി നിന്നവർ തന്നെ അത്തരത്തിലൊരു മദ്യ സൽക്കാരം അവിടേക്ക് ഒരുക്കി മദ്യം അവിടെ എത്തിച്ചു നൽകിയെങ്കിൽ അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. അത് വലിയ ഗൗരവമുള്ള വിഷയവുമാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ വിഷയം ഇങ്ങനെ ഒരു സംഘർഷമുണ്ടായി എന്ന് മാത്രമല്ല
ശേഷമായിരുന്നു നമ്മൾ അറിഞ്ഞിരുന്നത്. അങ്ങനെ KSUവിൻ്റെ നേതാക്കളെയും ഈ സംഘർഷത്തിൽ തല പൊട്ടി എന്ന് പറയപ്പെടുന്ന ആളെയും ഒക്കെ നമ്മൾ വിളിച്ചിരുന്നതാണ്. പക്ഷേ അപ്പോഴൊക്കെ അങ്ങനെ ഒരു സംഘർഷമേ ഉണ്ടായിട്ടില്ല. എന്ത് സംഘർഷം, പ്രമേയത്തിനിടയിൽ ഒരു വാക്കുതർക്കം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുകയായിരുന്നു ചെയ്തത്. അതിനുശേഷമാണ് അത് ഒരു പ്രമേയത്തിനിടെയുമല്ല, ഒന്നുമല്ല, രാത്രിയിൽ അർദ്ധരാത്രിയിലാണ് ഈ സംഘർഷം ഉണ്ടായത് എന്നുകൂടിയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നുകൂടി മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ ആദ്യഘട്ടത്തിൽ KSU നേതാക്കൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പൊളിയുക കൂടിയാണ്. അങ്ങനെ ഈ ക്യാമ്പ് അത് പ്രവർത്തകരുടെ വ്യക്തിവികാസത്തിനും മറ്റുമായും പാർട്ടിയുടെ KSUവിൻ്റെ പുതിയ പുനരുജ്ജീവനത്തിനുമായി സംഘടിപ്പിച്ച ക്യാമ്പ് വലിയ ഗുണത്തേക്കാൾ വലിയ ദോഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല ഇന്നുകൂടി ആ ക്യാമ്പ് നടക്കുന്നുമുണ്ട്. ഈ ക്യാമ്പ് വളരെ വേഗത്തിൽ തീർക്കാൻ ഇപ്പോൾ KPCC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വലിയ നാണക്കേടിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ 3 ദിവസത്തേക്ക് ഏർപ്പെടുത്തിയ ക്യാമ്പാണ് അത്. പ്രതിപക്ഷ നേതാവ് അതിൽ പങ്കെടുത്ത് പോയതാണ്. KPCC അധ്യക്ഷനായിരുന്നത് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അന്നത്തെ ദിവസം KPCC അധ്യക്ഷൻ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിന് പിന്നാലെ വൈകുന്നേരം ഈ കാര്യത്തിൽ KPCC കാര്യങ്ങൾ പരിശോധിച്ച് വിവരങ്ങൾ അറിയിക്കാൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 3-അംഗ സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. നെയ്യാർ ഡാമിൽ നടക്കുന്ന KSU ദക്ഷിണ മേഖല ക്യാമ്പിലാണ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. ഒരു KSU പ്രവർത്തകന് പരിക്കേറ്റിട്ടുണ്ട്. മദ്യത്തെ ചൊല്ലിയുള്ള വാക്കുതർക്കമാണ് സംഘർഷത്തിലേക്ക് വഴിമാറിയതെന്നാണ് സൂചന. ഇക്കാര്യത്തിലുള്ള പരിശോധനകൾ നടക്കുകയാണ്. സലീം മാലിക് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.